ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന കടും തിമിരത്തോട് കൂടിയാണ് ഞാൻ ജനിച്ചത്. ഞാനെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അജ്ഞാനം, അന്ധകാരം, ആ അന്ധകാരത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ നേത്രങ്ങൾ തുറന്നു. അപ്പം ഇവിടെ ഭഗവത്ഗീത പഠിക്കുവാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഭഗവത്ഗീത നമ്മൾ ഭഗവാൻ കൃഷ്ണനെ തന്നെ ഗുരുവായി കണ്ടുകൊണ്ട്, കാരണം ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് നേരിട്ട് അർജുനനിലേക്ക് ഉപദേശിക്കപ്പെട്ടതാണ് ഭഗവത്ഗീത. പലപ്പോഴും ഭഗവത്ഗീത പല വ്യക്തികളിൽ കൂടിയും കടന്നുപോയിട്ട് അതിൻ്റെ വ്യാഖ്യാനത്തിൽ പലപ്പോഴും എന്താണോ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ആ തലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംശയമാണ്. നമ്മൾ സാധാരണയായിട്ട് പറയും, ഒരു പൂവിനെ കുറിച്ച് ഒരു ബോട്ടണി പ്രൊഫസർ വിവരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു പൂവിനെ കുറിച്ചിട്ട് ഒരു കാമുകി വിവരിക്കുക. ആ കാമുകി ഒരു പൂവിനെ കുറിച്ച് വിവരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു പൂവിനെ കുറിച്ച് ഒരു പൂ കച്ചവടക്കാരൻ വിവരിക്കുക. അപ്പോൾ ഒരേ പൂവിനെ തന്നെ ഓരോരുത്തരുടെയും മനോസ്ഥിതികൾ അല്ലെങ്കിൽ മനോനിലകൾ അനുസരിച്ചുകൊണ്ട് വ്യത്യസ്ത ഭാവങ്ങളിൽ നമ്മൾ വ്യാഖ്യാനം നടത്തും. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും ഭഗവത്ഗീതയും. ഭഗവത്ഗീത വ്യാഖ്യാനിക്കുന്നവൻ്റെ മനോനിലയ്ക്കനുസരിച്ചുകൊണ്ട് പലപ്പോഴും അതിൻ്റെ ഉദ്ദേശലക്ഷ്യം കൃത്യതയോടുകൂടി അത് വായിക്കുന്ന അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കുന്ന ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ഈ അജ്ഞാനത്തോടുകൂടി ജനിച്ച ഞാൻ, ആ അജ്ഞാന തിമിരത്തോടുകൂടി ജനിച്ചിരിക്കുന്ന, എസ്പെഷ്യലി നമ്മൾ കലിയുഗത്തിലാണ് നമ്മുടെയൊക്കെ ജനനം, ആ എനിക്ക് ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് നേത്രങ്ങൾ തുറക്കണം. അപ്പോൾ ഇവിടെ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ തന്നെ, ഭഗവാൻ കൃഷ്ണനെ തന്നെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ആ ഭഗവാനെ കൊണ്ട് തന്നെ, ഭഗവാനെ ഗുരുവായി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഭഗവത്ഗീത പഠിക്കണം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണ, അവിടുന്ന് ദീനന്മാരുടെയും സുഹൃത്ത് സൃഷ്ടിയുടെയും ഉറവിടമാകുന്നു. അങ്ങ് ഗോപികമാരുടെ നായകനും രാധാറാണിയുടെ കാമുകനുമാകുന്നു. ഞാൻ അങ്ങയെ സാദരം പ്രണമിക്കുന്നു. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ചുട്ടുപഴുത്ത സ്വർണത്തിൻ്റെ നിറമുള്ള ശരീരത്തോടു കൂടിയ വൃന്ദാവന റാണിയെ, രാധാറാണിയെ ഞാൻ വണങ്ങുന്നു. വൃഷഭാനുവിൻ്റെ മകളായ അവിടുന്ന് കൃഷ്ണ ഭഗവാന് വളരെ പ്രിയപ്പെട്ടവളാണ്. വാഞ്ചാ കൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവച പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഞാൻ ഭഗവാന്റെ വൈഷ്ണവ ഭക്തന്മാരെ സാദരം പ്രണമിക്കുന്നു. കൽപ്പവൃക്ഷങ്ങളെ പോലെ അവർക്ക് എല്ലാവരുടെയും ആഗ്രഹപൂർത്തി വരുത്തുവാൻ കഴിയും. അവരാകട്ടെ പതീതാത്മാക്കളോട് അതീവ കരുണയുള്ളവരുമാണ്. അപ്പോൾ നമ്മൾ ഈ ശ്ലോകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട മന്ത്രം, ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട മന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഭഗവാനെ അംഗീകരിക്കാതെ നമ്മൾ ഒരിക്കൽ പോലും നമുക്ക് ഈ ഭഗവത്ഗീത മുന്നോട്ടേക്ക് പഠിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയും, നമ്മളൊരു മരുന്ന് കഴിക്കുന്ന സമയത്ത്, അപ്പോൾ ആ മരുന്നിൻ്റെ മുകളിൽ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ നമ്മൾ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഭിഷഗ്വരൻ്റെ നിർദ്ദേശപ്രകാരമോ അതുമല്ലെങ്കിൽ
ആ മെഡിസിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അറിഞ്ഞുകൊണ്ടോ അത് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ഇതുപോലെ തന്നെ ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ ഭഗവത്ഗീതയിൽ ഉടനീളം നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ നൽകിയിരിക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിനെ അംഗീകരിക്കാതെ നമുക്കൊരിക്കലും ഭഗവത്ഗീത പഠിച്ച് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം. അപ്പോൾ അർജുനൻ പറയുന്നുണ്ട്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യ മാതിദേവമജം വിഭും ആഹുസ്ത്വാമൃഷയഃ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷി മേ സർവമേതദ്രുതം മന്യേ യന്മാം വാദസി കേശവ ന ഹി തേ ഭഗവാൻ വ്യക്തിം വിദുർദേവോ ന ദാനവഃ. അർജുനൻ പറയാണ്, അവിടുന്ന് പരമദിവ്യ പുരുഷോത്തമനാണ്. അപ്പോൾ സനാതനനും അതീന്ദ്രിയനും ആദിപുരുഷനും അജനും മഹത്തനുമാണ് അവിടെ നിന്ന് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറയുകയാണ്. നാരദൻ, അതുപോലെ തന്നെ അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയ എല്ലാ മഹർഷിമാരും അങ്ങയെ പറ്റിയുള്ള ഈ സത്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് അർജുനൻ മാത്രമല്ല പറയുന്നത്. അർജുനൻ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിക്കാം, ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് ഭഗവാനെ ഒന്ന് പൊക്കി പറയുകയാണെന്ന് സംശയിക്കാം. അത് മാത്രമല്ല, ഈ ശ്ലോകപ്രകാരം പറയുന്നത് ഈ പറയുന്ന ആളുകളൊക്കെ, അതായത് ഒന്നുകൂടി പറയാം, നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയ എല്ലാ മഹർഷിമാരും ഭഗവാനെക്കുറിച്ച്, കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണ, അങ്ങ് എന്നോട് പറഞ്ഞതെല്ലാം സത്യമായി ഞാൻ അതേപടി സ്വീകരിക്കുന്നു. ഭഗവത്ഗീത കേട്ടതിന് ശേഷം അല്ലെങ്കിൽ ഭഗവത്ഗീത കേൾക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അർജുന മനോഭാവത്തിൽ, അർജുനനായിട്ട് നമ്മളവിടെ നിന്നുകൊണ്ട് കൃഷ്ണനോട് പറയേണ്ടത് എന്താണ്? കൃഷ്ണ, അങ്ങ് എന്നോട് പറഞ്ഞതെല്ലാം സത്യമായി ഞാൻ അതേപടി സ്വീകരിക്കുന്നു. ദേവന്മാർക്കും അസുരന്മാർക്കും അങ്ങയുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ പറ്റുകയില്ല തന്നെ എന്ന് പറയുന്നു. കാരണം ദേവനായാലും ശരി അസുരനായാലും ശരി അർജുന മനോഭാവമില്ലാതെ ഭഗവാനെ അംഗീകരിക്കാത്തിടത്തോളം കാലം, കൃഷ്ണനാണ് പരബ്രഹ്മം എന്ന സത്യത്തിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം പോലും നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് എത്തില്ല. അപ്പോൾ ഭഗവത്ഗീത പരമദിവ്യ പുരുഷോത്തമനിൽ നിന്ന്, ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് കേട്ടറിഞ്ഞ ശേഷം അർജുനൻ കൃഷ്ണനെ പരബ്രഹ്മമായിട്ട് അംഗീകരിച്ച് തുടങ്ങിയപ്പോൾ മുതലാണ് ഭഗവത്ഗീതയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. അപ്പോൾ നമ്മളും ഭഗവാൻ തന്നെയാണ് പരബ്രഹ്മം എന്ന സത്യത്തിനെ ഉൾക്കൊണ്ട് വേണം നമ്മൾ ഭഗവത്ഗീത പഠിക്കുവാൻ. അപ്പോൾ ഗീതയുടെ മഹത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗീതയെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. 1 ജ്ഞാനയോഗം, 2 ഭക്തിയോഗം, 3 കർമ്മയോഗം. അപ്പം ജ്ഞാനയോഗം എന്ന് പറയുന്ന സമയത്ത് അത് അറിവിനെ കുറിച്ചാണ്. ജ്ഞാനം അല്ലെങ്കിൽ അറിവാണ്. അത് നമുക്ക് സരസ്വതി ദേവിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. അടുത്തത് ഭക്തിയോഗം. ഭക്തിയോഗം നമ്മുടെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കും. നമുക്ക് ഭക്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ സകല പ്രശ്നങ്ങളും കേൾക്കുവാൻ വേണ്ടിയിട്ട് ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ പൂർണ്ണ ഡെഡിക്കേഷനോടുകൂടിയിട്ടുള്ള ഭക്തി നമ്മുടെ ഇച്ഛാശക്തി അല്ലെങ്കിൽ നമ്മുടെ വിൽ പവറിനെ വർദ്ധിപ്പിക്കും. അപ്പം അതുകൊണ്ട് ഭക്തി യോഗത്തിന് നമുക്ക് മനസ്സെന്ന് പറയാം, അത് ലക്ഷ്മിയാണ്. അടുത്തത് കർമ്മയോഗമാണ്. കർമ്മയോഗം നമ്മുടെ ശരീര അവയവങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ക്രിയാശക്തി എന്ന് വിളിക്കും. ആ കർമ്മയോഗത്തിൽ കൂടിയാണ് നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുക. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആശയം അതാണ്. അത് നമുക്ക് പാർവതി ദേവിയായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഇങ്ങനെ ജ്ഞാനയോഗവും ഭക്തിയോഗവും കർമ്മയോഗവും ചേർന്ന 3 യോഗങ്ങളുടെ ഒരു വിവരണമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജ്ഞാനയോഗമാണ് കൃഷ്ണൻ ആദ്യം വിവരിക്കുന്നത്, പിന്നീട് കർമ്മയോഗവും, പിന്നീട് ഭക്തിയോഗവും. അപ്പോൾ ഭക്തിയേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഭഗവാൻ എപ്പോഴും കർമ്മത്തിന് തന്നെയാണ്. ഭക്തി വേണ്ടെന്നല്ല, ഭക്തി ഇല്ലാതെ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാൻ ഭക്തിയേക്കാൾ കൂടുതൽ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കർമ്മത്തിനാണ്, പ്രവൃത്തിക്കാണ്. വെറുതെ ഇരുന്നു കൊണ്ട് സുഖിക്കുവാനും അല്ലെങ്കിൽ വെറുതെ ഇരുന്നു കൊണ്ട് മുന്നോട്ടേക്ക് പോകുവാനുള്ള ആയുധമാക്കിയിട്ട് ഭഗവത്ഗീതയെ മാറ്റാൻ പാടില്ല.
ഭഗവാൻ എപ്പോഴും കർമ്മത്തിനാണ് മുൻതൂക്കം നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഭഗവത്ഗീതയുടെ ഈ കാലഘട്ടത്തിലെ പ്രസക്തിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ MBA പോലുള്ള പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു പേപ്പർ ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളും ഈ 700 ശ്ലോകങ്ങളും പഠിച്ചുകൊണ്ട് ആ MBA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അർജുനൻ ഒരു ക്രൈസിസിൽ പെട്ട് കിടക്കുമ്പോൾ മാത്രമാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. എല്ലാ ദിവസവും ഒന്നിച്ച് കിടന്നുറങ്ങിയിരുന്ന സുഹൃത്തുക്കളായിരുന്ന കൃഷ്ണനും അർജുനനും, ആ കൃഷ്ണൻ ഒരിക്കൽ പോലും അർജുനനെ വെറുതെ ഗീത ഉപദേശിച്ചു കൊടുത്തിട്ടില്ല. ഒരു പ്രശ്നത്തിൽ കിടക്കുമ്പോൾ പ്രശ്നത്തിൻ്റെ മധ്യത്തിലാണ് ഗീത ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗീതയെ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസിസ് മാനേജ്മെൻറ്റ് തിയറി എന്ന രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പോൾ നോക്കി, ഭഗവത്ഗീതയുടെ ഒരു ടോട്ടൽ മനഃശാസ്ത്രത്തെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി മാറ്റുവാനുള്ള കഴിവിനെയാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അർജുനൻ്റെ തളർച്ചയിൽ നിന്നാണ് ഗീതയുടെ വളർച്ച എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി മാറ്റുവാനാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് ഭഗവത്ഗീത ക്ലാസ്സിൽ കൂടി നമുക്ക് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം.